മനോഹാരിതയിൽ അത് നല്ല ഭംഗിയായി തീർക്കാനും ഹബീബായ തങ്ങളോടുള്ള ഹബ്ബ് വർദ്ധിക്കാനും ഒരുപാട് സുന്നത്തുകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും സ്വലാത്ത് വർദ്ധിപ്പിക്കാനുള്ള മഹാഭാഗ്യമൊക്കെ അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമുക്കറിയാം പരിശുദ്ധ റബീഇലാണ് നാം എല്ലാവരും സംഗമിച്ചിരിക്കുന്നത്. വെള്ളിയാഴ്ച എന്നതിലുപരി ആ വെള്ളിയാഴ്ച പോലും പടക്കപ്പെട്ട, ആർക്കു വേണ്ടിയാണോ ആ വെള്ളിയാഴ്ച പടക്കപ്പെട്ടത്, ആർക്കു വേണ്ടിയാണോ ആ മഹത്വത്തെ സൂചിപ്പിച്ചു തന്നത്, ആർക്കു വേണ്ടിയാണോ നമ്മൾ ഈ നിലകൊള്ളുന്നത്, ആ ഹബീബായ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ദിവസങ്ങളാണ് നമ്മളിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ ഒരു വിശ്വാസി, ഒരു മുസ്ലിം, ഒരു മുഅ്മിനായ മനുഷ്യൻ, അവന്റെ ഖൽബിൽ എപ്പോഴും ഇശ്ഖ് ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കണം. ഹബീബായ തങ്ങളോടുള്ള ഹബ്ബ് ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കണം. നമുക്കറിയാം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ ജീവിതത്തിൽ നമുക്ക് ആർക്കും ഭാഗ്യം ലഭിച്ചിട്ടില്ല. അത് ലഭിക്കാൻ വേണ്ടി ഇൻഷാ അല്ലാഹ് നാളെ മഹ്ശറ സഭയിൽ ഒരുമിച്ച് കൂടുമ്പോൾ ഹബീബായ തങ്ങളോടൊപ്പം സ്വർഗപ്രവേശനം ലഭിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന മുഅ്മിനീങ്ങളായ മുസ്ലിമീങ്ങളായ ആളുകളാണ് നമ്മളെല്ലാവരും. യഥാർത്ഥത്തിൽ പള്ളിയിൽ ഒരുമിച്ച് കൂടുക എന്നാൽ ജുമുഅ നമസ്കാരത്തിന് വേണ്ടി ഒരുമിക്കുക. ആ ഒരുമിച്ചതിൽ തന്നെ നമ്മളിൽ ഓരോരുത്തരിലേക്കും നമ്മളെന്ന് നോക്കിയാൽ നമ്മളിൽ പല ആളുകളും സുഗന്ധം ഉപയോഗിച്ചിട്ടുണ്ട്, തലമറച്ചിട്ടുണ്ട്, വെള്ളവസ്ത്രം ധരിച്ചവരുണ്ട്. ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത് ആ ഹബീബായ തങ്ങൾ പഠിപ്പിച്ചു തന്ന ചര്യയുടെ അടിസ്ഥാനത്തിലാണ്. ആ തങ്ങളെ ജീവിതകാലത്ത് വേദനിപ്പിച്ച ആളുകൾ, അവരുടെ ഒരുപാട് ചരിത്രങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഹബീബായ തങ്ങളെ തൻ്റെ സഹോദരനേക്കാൾ, കുടുംബത്തെക്കാൾ, ഉമ്മയേക്കാൾ, ഉപ്പയേക്കാൾ സ്നേഹിക്കണമെന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും അടിയുറച്ച് മുദ്രാവാക്യം പോലെ പറയുമ്പോഴും എങ്ങനെയാണ് അത് ചെയ്യേണ്ടത് എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു. എന്താ ബഹുമാനപ്പെട്ടവര് ചെയ്തത്? അല്ലാഹുവിൻ്റെ റസൂലിനെ ജീവിതകാലത്ത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിച്ച ആളാണ് ഉത്ബ എന്ന് പറയുന്ന ഒരു വ്യക്തി. ലഅനഹുല്ലാഹ്. ഉത്ബ ബിൻ അബി വഖാസ് എന്നവരാണ് ഹബീബായ തങ്ങളെ ജീവിതകാലത്തെ ഏറ്റവും ബുദ്ധിമുട്ടിച്ചവരിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ആൾ. നമുക്കറിയാം, നമുക്കെപ്പോഴും ശത്രുക്കളുടെ ഭാഗത്തു നിന്ന് പേര് കിട്ടുക അബൂജഹല്, ഇതുപോലെ പറയപ്പെട്ട വലിയ വലിയ നമ്രൂദ് തുടങ്ങിയ വലിയ അക്രമികളായ ആളുകളെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്ന ഹബീബായ തങ്ങളുടെ ശറഫാക്കപ്പെട്ട മുഖത്തിലേക്ക് 4 കല്ലെടുത്ത് യാതൊരുവിധ ദയയും കൂടാതെ എടുത്തെറിഞ്ഞ മനുഷ്യനാണ് ഉത്ബ എന്ന് പറയുന്ന ഉത്ബ ബിൻ അബി വഖാസ് ലഅനഹുല്ലാഹ്. അങ്ങനെ തന്നെ പറയണം. കാരണം അള്ളാഹുവിൻ്റെ റസൂൽ പോലും അവൻ നശിച്ചു തന്നെ മരിക്കുകയുള്ളൂ. 1 വർഷം നബിതങ്ങളെ ഉപദ്രവിച്ചതിന് ശേഷം അള്ളാഹുവെ നീ 1 വർഷം തികയിപ്പിക്കാതെ ഇസ്ലാമിനനുസരിക്കാത്ത വ്യക്തിയാണെങ്കിൽ അവനെ നീ ലഅനത്താക്കി തന്നെ മരിപ്പിക്കണമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ ദുആ ചെയ്ത മനുഷ്യനാണ് ഉത്ബത്ത് എന്നവർ. ആ ഉത്ബത്ത് എന്നവരുടെ സഹോദരനാണ് സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു. ആ സഅദ് തങ്ങൾ പറയുന്നുണ്ട്, അന്നത്തെ ആ സംഭവത്തിന് ശേഷം, അതിന് മുന്നേയും പറഞ്ഞിട്ടുണ്ട്, നബി തങ്ങളെ കല്ലെറിഞ്ഞ് ചുണ്ട് കീറി നബി തങ്ങളുടെ മുഖത്തൊക്കെ മുറിവേൽപ്പിച്ച് അവിടുത്തെ തലയിൽ ധരിച്ചിരുന്ന തലപ്പാവൊക്കെ നശിപ്പിച്ച് കളഞ്ഞ ഉത്ബത്തിനെ പറ്റിയിട്ട് അവിടുത്തെ സ്വന്തം സഹോദരൻ സഅദ് ബിൻ അബി വഖാസ് എന്നവർ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ജീവിതത്തിൽ ആരെയെങ്കിലും കൊല്ലാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അതെൻ്റെ ഈ സഹോദരനെയാണ്, ഈ ഉത്ബത്തിനെയാണ് ഞാൻ കൊല്ലാൻ ആഗ്രഹിച്ചത് എന്ന് സഅദ് തങ്ങൾ എപ്പോഴും പറയുമായിരുന്നു. പറയാനുള്ള കാരണം എൻ്റെ സഹോദരനാണ്, അതൊക്കെ ശരിയാണ്. അതിൻ്റെ പുറത്തേക്ക് എൻ്റെ ഹബീബിനെ വേദനിപ്പിച്ച, എൻ്റെ ഹബീബിനോട് അനാദരവ് കാണിച്ച ആ വ്യക്തി ആര് തന്നെ ആയാലും അവർക്ക് ഒരു സ്ഥാനവും ജീവിതത്തിൽ കൊടുക്കില്ല എന്ന് പ്രതിജ്ഞ ചെയ്ത ആളാണ് സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു.
ഇങ്ങനത്തെ എത്ര ചരിത്രങ്ങൾ നമുക്ക് എണ്ണി പറയാനുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ. സ്വന്തം ഒരു ഉമ്മയുടെ വയറ്റിൽ ജനിച്ച മറ്റൊരു സഹോദരനെ വെറുക്കുക എന്തിന്റെ പേരിൽ? മുത്തുനബിയെ വേദനിപ്പിച്ചതിന്റെ പേരിൽ. അതാണ് ഹബ്ബ്. അതാണ് യഥാർത്ഥ കലർപ്പില്ലാത്ത ഹബ്ബ് എന്ന് പറയുന്നത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ആര് തന്നെ അറിഞ്ഞുകൊണ്ട് മോശത്തരം പറഞ്ഞാലും നമുക്ക് ഏറ്റവും അടുത്ത ആളാണെങ്കിൽ പോലും തിരുത്താൻ നമ്മൾ ശ്രമിക്കണം. അവൻ തിരുത്തിയില്ലെങ്കിൽ ആ ബന്ധം വേണ്ടാന്ന് വെക്കണം. അതാണ് നമ്മുടെ ഈമാൻ, അതാണ് നമ്മുടെ തഖ്വ. ആ തഖ്വ നമ്മൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ വേണ്ടി ശ്രമിക്കണം. ഇതുപോലെ നമ്മളെല്ലാ സമയത്തും മനസ്സിലാക്കേണ്ട കാര്യമാണ് മൗലൂദ് ചൊല്ലുക, സലാത്ത് ചൊല്ലുക, സുന്നത്ത് പതിവാക്കുക. ഇതിന്റെ ഒക്കെ മുകളിൽ നിൽക്കുന്ന ഒരു കാര്യമുണ്ട്. അതാണ് മുത്തുനബിയെ കുറിച്ച് പഠിക്കുക എന്നുള്ളത്. പഠനമാണ് ഏറ്റവും വലിയ ഇബാദത്ത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തിനെ മുറുകെ പിടിക്കുന്നതിനേക്കാൾ മുകളിലാണ് മുത്തുനബിയെ കുറിച്ച് പഠിക്കൽ. എന്ത് തന്നെയായാലും ഒരുപാട് അധ്യാപനങ്ങൾ 63 വർഷം കൊണ്ട് നമുക്ക് പഠിപ്പിച്ചു തന്നു. അത് നമുക്ക് പഠിക്കാനുണ്ട്, ഒരുപാട് ജീവിതത്തിൽ പകർത്താനുണ്ട്. നമുക്കറിയാം ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. എന്താണ് ഈമാൻ ഇത്ര സ്ട്രോങ്? അബൂബക്കർ തങ്ങൾ ഡെയിലി ഖത്ം ഓതിയിരുന്ന ആളായിരുന്നില്ല, ഡെയിലി സുന്നത്തുകൾ അധികരിപ്പിച്ച് ചെയ്യുന്ന ആളായിരുന്നില്ല. എന്നാൽ അങ്ങനെ ചെയ്യുന്ന സഹാബികൾ ആ കാലഘട്ടത്തിൽ വേറെ ഉണ്ടായിരുന്നു. ദിവസവും ഖുർആൻ ഖത്ം തീർക്കുന്ന സഹാബികൾ ഉണ്ടായിരുന്നു. പക്ഷെ അവരിലൊക്കെ മുകളിൽ സ്ഥാനം ലഭിച്ചു ബഹുമാനപ്പെട്ട സഹാബി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. എന്താണ് ആ സ്ഥാനത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഉദാഹരണം എടുത്തു പറയുകയാണെങ്കിൽ, ബഹുമാനപ്പെട്ട സഹാബി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഒരു ദിവസം രാത്രി ഇങ്ങനെ നിസ്കരിച്ചുകൊണ്ടിരിക്കുക. രാത്രി പള്ളിയിൽ നമസ്കരിച്ചുകൊണ്ടിരിക്കുക, ഒറ്റയ്ക്ക് നിസ്കരിക്കുകയാണ്. ഓതുന്നത് സൂറത്തുൻ നിസാ, മനോഹരമായിട്ട് പാരായണം ചെയ്യാം. അപ്പൊ പള്ളിയിലോട്ട് കയറി വന്നു ബഹുമാനപ്പെട്ട സയ്യിദന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഇവർ 3 പേരും അതിലൂടെ കയറി വന്നു. ഈ കയറി വന്നത് ഇബ്നു മസ്ഊദ് എന്നവരെ കണ്ടിട്ടില്ല. അദ്ദേഹം നിസ്കരിച്ചുകൊണ്ടിരിക്കുക. നമ്മളാണെങ്കിൽ കാണും ബാക്കിലൂടെ ആരെങ്കിലും വന്നില്ല. നമുക്ക് നിസ്കരിക്കുമ്പോൾ ബാക്കിലും കണ്ടുണ്ടാവും. അതാണ് നമ്മുടെ പ്രത്യേകത. എന്നാൽ ബഹുമാനപ്പെട്ട സഹാബി ഇബ്നു മസ്ഊദ് എന്നവര് കണ്ടില്ല. അവര് നിസ്കാരത്തിന്റെ ശ്രദ്ധയിലാണ്. ഖുർആൻ ഇങ്ങനെ ഓതുക. 100 ആയത്ത് ഓതി പൂർത്തിയാക്കിയപ്പോൾ എന്തോ 1-2 കാര്യങ്ങൾ ദുആ ചെയ്തു. വളരെ മൈന്യൂട്ടായ ചെറിയ ശബ്ദത്തിൽ 1-2 കാര്യങ്ങൾ ദുആ ചെയ്തു. ഉടനെ വേഗന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമർ തങ്ങളോടും അബൂബക്കർ തങ്ങളോടും പറഞ്ഞു, ആ ദുആ സ്വീകരിച്ചിട്ടുണ്ട്. ഇപ്പോ ഈ നിമിഷത്തിൽ ഇബ്നു മസ്ഊദ് എന്നവർ ദുആ ചെയ്ത ദുആ അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ട്. മാത്രമല്ല ഒരു കാര്യം കൂടെ കൂട്ടി പറഞ്ഞു. ഖുർആൻ അല്ലാഹു ഇറക്കിയ ആ ഒരു ഫ്രഷായ മൈൻഡിൽ, ആ ഒരു ഫ്രഷ്നെസ്സിൽ ആർക്കെങ്കിലും ഓതാൻ ആഗ്രഹമുണ്ടോ? ഇബ്നു മസ്ഊദ് എന്നവര് ഖുർആൻ ഓതുന്ന ശൈലിയിൽ ഓതിയാൽ മതി. അത്ര നല്ല ശൈലിയായിരുന്നു ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ഉണ്ടായിരുന്നത്. ആ രാത്രി ആ സംഭവം അവിടെ കഴിഞ്ഞു. ഈ സംഭവം കഴിഞ്ഞ് അന്നത്തെ രാത്രി കിടന്നുറങ്ങാൻ വേണ്ടി പോകുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട സഹാബി ഇങ്ങനെ ആലോചിക്കുക, എന്തായിരിക്കും ഇബ്നു മസ്ഊദ് എന്നവര് ദുആ ചെയ്തിട്ടുണ്ടാവുക? അല്ലാഹുവിന്റെ റസൂൽ സ്വീകരിച്ചു എന്ന് പറഞ്ഞു, പിന്നെ എനിക്ക് സംശയമില്ല. അപ്പൊ എന്തായിരിക്കും ദുആ ചെയ്തിട്ടുണ്ടാവുക? അപ്പൊ നാളെ സുബഹി നിസ്കാരം കഴിഞ്ഞ ഉടനെ ഇബ്നു മസ്ഊദ് എന്നവരുടെ വീട്ടിലേക്ക് ഒന്ന് പോയി നോക്കണം. എന്തിനാണ്? ഈ വിഷയം ഒന്ന് പറഞ്ഞു കൊടുക്കാൻ. ഒരു നന്മ ആർക്കെങ്കിലും അറിയിച്ചു കൊടുത്താൽ അറിയിച്ചു കൊടുത്തതിന്റെ കൂലി നമുക്ക് ലഭിക്കും. നന്മ കിട്ടിയ ആള്, നന്മ ലഭിച്ച ആള് വേറെ ആളായിരിക്കും. പക്ഷെ അയാൾക്ക് അത് കിട്ടി എന്ന് നമ്മൾ പോയി ആദ്യം ആരാണോ പറഞ്ഞു കൊടുക്കുന്നത്, ആ പറഞ്ഞു കൊടുക്കുന്ന ആൾക്ക് അതിന്റെ ഫുൾ ക്രെഡിറ്റ് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നും വലിയൊരു പ്രതിഫലം ലഭിക്കും. അപ്പൊ ഉമർ തങ്ങൾ വിചാരിച്ചു, ഞാൻ ആദ്യം പോയി പറഞ്ഞു കൊടുക്കാം. എന്തായാലും ഇപ്പൊ സുബ്ഹി നിസ്കാരം കഴിഞ്ഞിട്ടല്ലേ ആളുകളൊക്കെ ഒന്ന് പുറത്തിറങ്ങുള്ളൂ. ഇന്നിപ്പോ രാത്രി ആരും പോകുന്നുണ്ടാവില്ല. അപ്പൊ സുബ്ഹി നിസ്കാരം കഴിഞ്ഞ ഉടനെ നാളെ ഇബ്നു മസ്ഊദ് എന്നവരുടെ വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞു കൊടുക്കണം, നിങ്ങളെ ഖിറാഅത്തിനെ പറ്റിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല നിങ്ങൾ ഇന്നലെ എന്തോ ദുആ ചെയ്തില്ലേ, ആ ദുആ അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ടെന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ദുആയും പഠിക്കാം, നന്മ പറഞ്ഞു കൊടുക്കുകയും ചെയ്യാം. 2 കൂലി കിട്ടും. ഈ 2 കൂലി പ്രതീക്ഷിച്ചുകൊണ്ട് ഉമർ തങ്ങൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ വീട് ഇങ്ങനെ ലക്ഷ്യമാക്കി നടന്ന് അവിടെ എത്തിയപ്പോ
അവിടെ കുറച്ച് ആളുകൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഉമർ തങ്ങളെ കണ്ടപ്പോൾ അവരിങ്ങനെ പരിഹസിച്ച് ചിരിക്കാൻ തുടങ്ങി, ഒരുമാതിരി ആക്കിയ ചിരി, അങ്ങനെ ചിരിക്കാൻ തുടങ്ങി. എന്നിട്ട് ചോദിച്ചു ഉമർ തങ്ങളോട്, ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നുണ്ട്, എന്തിനാണ് വന്നത്? ഇന്നലെ റസൂലുള്ളാഹി ഇബ്നു മസ്ഊദിനെ പറ്റി പറഞ്ഞ കാര്യം ഇവിടെ വന്ന് പറഞ്ഞു കൊടുക്കാൻ വന്നതാണോ എന്ന് ചോദിച്ചപ്പോൾ അതെങ്ങനെ മനസ്സിലായി? ഞാൻ അതിനാണ് വന്നത് എന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? അപ്പൊ അവര് ചിരിച്ചിട്ട് പറഞ്ഞു, അല്ലയോ ഉമറേ, ഇവിടെയും നീ തോറ്റുപോയി റളിയല്ലാഹു അൻഹു. അതൊക്കെ എപ്പോഴോ അബൂബക്കർ സിദ്ദീഖ് എന്നവർ വന്ന് പറഞ്ഞു കൊടുത്ത് ഇവിടുന്ന് കുറച്ച് മുന്നേ ഇവിടുന്ന് പോയതേ ഉള്ളൂ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കുറച്ച് മുന്നേ ഇവിടെ വന്ന് ഇന്നലെ നബിതങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ട് കുറച്ച് മുന്നേ പോയതേ ഉള്ളൂ. അപ്പൊ സുബ്ഹിയുടെ മുമ്പ് തന്നെ വന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അത് ആ കൂലി പ്രതീക്ഷിച്ചുകൊണ്ടാണ്, ആഗ്രഹത്തിന്റെ പേരിലാണ്. അങ്ങനെ സിദ്ദീഖ് തങ്ങൾ അത് പറഞ്ഞു കൊടുത്ത് പോയി എന്ന് പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു ഖത്താബ് പറഞ്ഞു, യർഹമുഹുല്ലാഹു അബൂബക്കർ, അബൂബക്കർ സിദ്ദീഖിനെ അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. എന്തൊരു മനുഷ്യനാണ്, എന്തൊരു മനുഷ്യനാണ്! ഈമാന്റെ കാര്യത്തിൽ ഇത്ര സ്ട്രോങ് ഉള്ള മനുഷ്യൻ, ഇത്ര സ്ട്രോങ് ഉള്ള ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. ഉമർ തങ്ങൾ സിദ്ദീഖ് തങ്ങളെ കുറിച്ച് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയ ആള് അത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ്. ഒരാൾ വന്നിട്ട് പറഞ്ഞു ഉമർ റളിയല്ലാഹു അൻഹുവിനോട്, നിങ്ങളെപ്പോലെ ഇത്ര ഉഷാറായ ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. ഉമർ തങ്ങളോട് പറയാ, ആര്? ഒരാള് അപരിചിതനായ ഒരു മനുഷ്യൻ വന്നിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് എന്നവരോട് പറയാ, നിങ്ങളെപ്പോലെ ഇത്ര അടിപൊളിയായ ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. അത് പറഞ്ഞപ്പോ ഉമർ തങ്ങൾ തിരിച്ചു ചോദിച്ചു, നീ അബൂബക്കർ സിദ്ദീഖ് എന്നവരെ കണ്ടിട്ടുണ്ടോ? അപ്പൊ അയാൾ പറഞ്ഞില്ല, കണ്ടിട്ടില്ല. അപ്പൊ ഉമർ ഇബ്നുൽ ഖത്താബ് എന്നവർ പറഞ്ഞു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ എങ്ങാനും കണ്ടിട്ടാണ് എന്നോട് ഈ സംസാരം നീ സംസാരിച്ചിരുന്നുവെങ്കിൽ നിന്നെ ചാട്ടവാറ കൊണ്ട് അടിച്ചോടിച്ചിരുന്നു. സിദ്ദീഖ് തങ്ങളെ കണ്ടിട്ടാണ് ഏറ്റവും നല്ല മനുഷ്യൻ ഉമറാണെന്ന് എന്റെ മുന്നിൽ നിന്ന് ഈ ഒരു സമയത്ത് ഇവിടെ വന്ന് നിനക്ക് പറയാൻ ധൈര്യമുണ്ടായെങ്കിൽ, നീ ഇതിനു മുന്നേ അബൂബക്കർ തങ്ങളെ കണ്ടിട്ടാണ് ഇവിടെ വന്ന് പറഞ്ഞിരുന്നെങ്കിൽ നിന്റെ കഥ ഞാൻ കഴിച്ചിരുന്നു എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം എന്താണ് സിദ്ദീഖ് തങ്ങളുടെ പോരിശ എന്നുള്ളത്. ഈ ചരിത്രത്തിൽ നമുക്ക് പഠിക്കാനുള്ള പാഠം 3 കാര്യങ്ങളാണ്. ദുആ സ്വീകരിച്ചു എന്ന് നമ്മൾ മുന്നേ സൂചിപ്പിച്ചു. 3 കാര്യങ്ങളാണ് അല്ലാഹുവിനോട് ആവശ്യപ്പെട്ടത്. ആര്? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു 3 കാര്യങ്ങൾ, ആ 3 കാര്യങ്ങളും സ്വീകരിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഈമാനൻ ലാ യർതദ്, അല്ലാഹുവേ അടിപതറാത്ത, ഒരാളെ മുന്നിലും തകർക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ഈമാൻ എനിക്ക് നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. അത് അല്ലാഹു സ്വീകരിച്ചു. രണ്ടാമത്തേത് പറഞ്ഞത് വനഈമൻ ലാ യൻഫദ്, മുറിഞ്ഞു പോകാത്ത സുഖങ്ങൾ നൽകണേ അല്ലാഹ്, എപ്പോഴും നല്ല റാഹത്ത് തരണേ അല്ലാഹ്, എന്നെ നീ പ്രയാസപ്പെടുത്തരുതല്ല, പരീക്ഷിക്കരുത് അല്ലാഹ്, എന്റെ ജീവിതത്തിൽ എപ്പോഴും നീ സമാധാനം നൽകണേ അല്ലാഹ്. അങ്ങനെ തന്നെ ദുആ ചെയ്തു. അതും അല്ലാഹു കൊടുത്തു. മൂന്നാമതായി ദുആ ചെയ്ത കാര്യമാണ് നമ്മൾ അത്ഭുതപ്പെടുത്തുന്നത്, നമുക്ക് അസൂയ തോന്നുന്നത്. ബഹുമാനപ്പെട്ട സ്വഹാബിയോട് ഇബ്നു മസ്ഊദ് എന്നവരോട് നമുക്ക് അസൂയ തോന്നുന്ന ഒരു കാര്യം ആ മൂന്നാമത്തെ ദുആയാണ്. എന്താ മൂന്നാമത്തെ ദുആ ചെയ്തത്? വമുറാഫഖത മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫി അലാ ജന്നത്തിൽ ഖൽഖ്, നബിതങ്ങളോട് കൂടെ സ്വർഗ്ഗത്തിൽ ഒരിടം നീ നൽകണേ അല്ലാഹ്. നമ്മളിപ്പോ നന്മ ചെയ്താലും സ്വർഗ്ഗം അല്ലാഹു തരും, നബിതങ്ങളുടെ കൂടെ കെട്ടിക്കൊള്ളുന്നില്ല. നബിതങ്ങൾ ഓൾറെഡി സ്വർഗ്ഗത്തിലാണ്, അത് സ്വർഗ്ഗത്തിന്റെ വേറെ ഒരു ദർജയിലാണ്. സ്വഹാബികളൊക്കെ ദുആ ചെയ്തിരുന്നത്, അല്ലാഹുവേ സ്വർഗ്ഗം തരികയാണെങ്കിൽ നബിതങ്ങളുടെ കൂടെ, അല്ലെങ്കിൽ വേണ്ട, അല്ലെങ്കിൽ കിട്ടിയിട്ട് കാര്യമില്ല എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് സ്വഹാബത്ത്. അതവരുടെ ഈമാന്റെ പവറാണ്. അതുകൊണ്ട് പരിശുദ്ധ റബീഇനെ അതിന്റെ ഭംഗിയിൽ നമുക്ക് വരവേൽക്കാൻ വേണ്ടി ശ്രമിക്കണം. മുത്തുനബിയെ കുറിച്ച് പഠിക്കണം. അനാദരവ് നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകാൻ പാടില്ല. നേരത്തെ പറഞ്ഞ ഉത്ബത്ത്, നബി തങ്ങളെ പറ്റി മോശം പറഞ്ഞ ഉത്ബത്ത് മരിച്ചു പോകുന്നത് മോശപ്പെട്ട നിലയിലാണ്. പിന്നീട് ആ മനുഷ്യന്റെ കുടുംബത്തിൽ ജനിച്ച എല്ലാ ആൾക്കാർക്കും 18 വയസ്സാകുമ്പോഴേക്കും പല്ലും പൊട്ടും ചുണ്ടും പൊട്ടും. അബഹം വ അർക്കം എന്ന ഹദീസിൽ കാണാം, പല്ലും ചുണ്ടും പൊട്ടിപ്പോകും. അങ്ങനത്തെ രീതിയിലാണ് ജനിച്ചു വന്നത്. അത് കുരുത്തക്കേടാണ്. അതുകൊണ്ട് ഹബീബായ തങ്ങളുടെ ജീവിതത്തിൽ പഠിക്കാൻ നമ്മൾ ശ്രമിക്കണം.
പരിശുദ്ധ റബീനെ വരവേൽക്കാൻ നമ്മൾ ബാധ്യസ്ഥരാകണം. ഇൻഷാ അല്ലാഹ് ഇന്ന് റബീഉൽ അവ്വൽ 1 ജുമാ നമസ്കാരത്തിന് ശേഷം ഇവിടെ നമ്മൾ പതാക ഉയർത്തി അതിൻ്റെ ഒരു തുടക്കം എന്നുള്ള നിലയ്ക്ക് ഇൻഷാ അല്ലാഹ് അതിന് ശേഷം നമ്മൾ ഒരു ബൈക്ക് റാലി ഇവിടുന്ന് ആരംഭിച്ച് വളരെ ചെറിയ ദൂരം റബീഉൽ അവ്വലിനെ ഒന്ന് നമുക്ക് വരവേൽക്കാൻ ഹബീബായ തങ്ങള് മക്കത്ത് നിന്നും ഹിജറ കഴിഞ്ഞ് മദീനത്തേക്ക് കയറി വന്നപ്പോ കയറി വരുന്നുണ്ട് എന്നുള്ള ന്യൂസ് കേട്ടപ്പോഴേക്കും ആളുകൾ അവിടെ തടിച്ചുകൂടി. പക്ഷെ അന്ന് മുത്തുനബി വന്നില്ല. കാരണം ഇന്നത്തെ പോലെ വാഹനത്തിലല്ല യാത്ര, പല ഭാഗത്തും ശത്രുക്കളെ ഭയന്ന് തങ്ങേണ്ടി വരും. അങ്ങനെ അന്ന് മദീനത്തെത്തിയില്ല. പിറ്റേ ദിവസമാണ് എത്തുന്നത്. അതുവരെയും അവിടെ കാത്തുനിന്നു. 2ാമത്തെ ദിവസവും മദീനത്ത് വന്നു നിന്നു. അൻസാരികളായ ആളുകൾ നബി തങ്ങൾ ഇങ്ങനെ കയറി വരുന്നത് കണ്ടപ്പോഴേക്കും ഈത്തപ്പനയുടെ മുകളിലൊക്കെ ആളുകൾ കയറി നിൽക്കുന്നുണ്ട്, ലോകം എന്നുള്ള വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട്. ഇന്നത്തെ ഡ്രോൺ സംവിധാനം പോലെ അങ്ങനെ ലോകം എന്നുള്ള വ്യൂ കിട്ടാൻ ഒരുപാട് ഉയരങ്ങളിലൊക്കെ ആളുകൾ കയറി നിന്നു. മുത്തുനബി ഇങ്ങനെ കയറി വന്നപ്പോൾ അവർ പാടി എന്ന് പറയുന്ന വചനങ്ങൾ ഇങ്ങനെ ചൊല്ലിയിട്ട് മുത്തുനബിയെ സ്വീകരിച്ചു. അന്ന് അവർക്ക് മുത്തുനബിയുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് ഇന്ന് മുത്തുനബിയുടെ പരിശുദ്ധമാക്കപ്പെട്ട റബീഉൽ മാത്രമേ മുന്നിലുള്ളൂ. അതുകൊണ്ട് ആ മാസത്തെ നമ്മൾ വരവേൽക്കണം. അത് എല്ലാ മതസ്ഥരെയും നമ്മൾ അറിയിക്കണം. അത് ഇസ്ലാമിന്റെ ഇസ്സത്താണ്, ഇസ്ലാമിന്റെ ഐശ്വര്യമാണ്, മുസ്ലിമിന്റെ ഇസ്സത്താണ് എന്ന് മനസ്സിലാക്കി എല്ലാ ആളുകളും ഇൻഷാ അല്ലാഹ് കഴിയുന്ന ആളുകൾ അധിക ദൂരം ഒന്നും പോകില്ല. നമ്മൾ നെട്ടൂര് പോയിട്ട് തിരിച്ചു വരും. അപ്പൊ അതിൽ പങ്കെടുക്കാൻ പറ്റുന്ന ഇവിടെ ഈ മഹല്ലുകാരല്ലാത്ത ആളുകളെല്ലാവരും കഴിയുന്ന ആളുകളൊക്കെ ഒരു ചെറിയ ദൂരം അതിന്റെ പിന്നാലെ നിങ്ങൾ വരാൻ മുത്തുനബിയോടുള്ള ഹബ്ബ് മനസ്സിൽ നിയ്യത്താക്കി വെച്ച് അതിൽ പങ്കെടുക്കാൻ നമ്മളെല്ലാവരും ശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തുനബിയോടുള്ള ഹബ്ബ് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വലിയ ഉയർച്ചകൾ ഉണ്ടാവാൻ അള്ളാഹു അത് കാരണമാക്കട്ടെ. അങ്ങനെ കാരണമാക്കിയ ചരിത്രങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്ത് പ്രവർത്തനം കൊണ്ടാണ് സ്വർഗം കിട്ടുക എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ആ ഹുബ്ബ് മനസ്സിൽ വെച്ചുകൊണ്ട് അതിലേക്ക് എല്ലാവരും ഒഴിവുള്ള ആളുകൾ നിർബന്ധമായും അതിൽ പങ്കെടുക്കണമെന്ന് ദീനിന്റെ പേരിൽ നിങ്ങൾ ഉണർത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാവട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.